ഒമാനിൽ ന്യൂനമർദ്ദം വെള്ളിയാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യത. പെരുന്നാൾ ഷോപ്പിംഗ് തിരക്കിലേക്ക് നാടും നഗരവും. ഈദ് അവധി സ്വദേശി ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ഒമാൻ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ വെള്ളിയാഴ്ച മുതൽ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വിവിധ ഗവർണറേറ്റുകളിൽ വ്യത്യസ്ത തോതിൽ മഴ ലഭിക്കാമെന്നും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. രാജ്യത്ത് ഉയർന്ന താപനില തുടരുന്നതിനിടെ പ്രതീക്ഷിക്കുന്ന മഴ ജനങ്ങൾക്ക് ആശ്വാസമാകും. പല പ്രദേശങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിനടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ബർക്കയിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 39.9 ഡിഗ്രി സെൽഷ്യസ്. വാദി അൽ മാവിൽ, അൽ കാമിൽ വൽ വാഫി എന്നിവിടങ്ങളിൽ 39.2 ഡിഗ്രി വീതവും, മഹൂത്തിൽ 39.1 ഡിഗ്രിയും, ജലാൻ ബാനി ബു അലി പ്രദേശത്ത് 39.0 ഡിഗ്രിയും രേഖപ്പെടുത്തി. ഹംറ അൽ ദുരു, യാലൂനി, റുസ്താഖ്, സുവൈഖ്, ബിദിയ എന്നീ പ്രദേശങ്ങളിൽ താപനില 38.3 ഡിഗ്രി സെൽഷ്യസ് മുതൽ 38.7 ഡിഗ്രി സെൽഷ്യസ് വരെയായി. ഇപ്പോഴുള്ള ചൂട് കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമാണെന്നും അടുത്ത ദിവസങ്ങളിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്ന താപനില തുടരുന്നതിനൊപ്പം ഇടയ്ക്കിടെ മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുവെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിച്ചു. ഉച്ച സമയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക, ശരീരത്തിൽ മതിയായ ജലാംശം ഉറപ്പാക്കുക, ദീർഘസമയം പുറത്തു ചെലവഴിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ പൊതുജനങ്ങൾക്കായി പുറപ്പെടുവിച്ചു. ഔദ്യോഗിക കാലാവസ്ഥാ അറിയിപ്പുകൾ പിന്തുടരണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വിശുദ്ധ റമദാൻ അവസാനിക്കാൻ ഒരുങ്ങുന്നതോടെ ഒമാനിൽ പെരുന്നാൾ ഷോപ്പിംഗ് തിരക്കിലേക്ക് നാടും നഗരവും. ശവാൽ പിറവി കാണാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പൊതുജനങ്ങളോട് ചന്ദ്ര ദർശനത്തിന് ആഹ്വാനം. പെരുന്നാൾ അവധിക്ക് മുന്നോടിയായി വിപണികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. മദ്രാസ് സൂഖ് ഉൾപ്പെടെയുള്ള പൈതൃക മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളും സജീവമായി. ഹബ്ദ മാർക്കറ്റുകളിൽ കന്നുകാലികൾ, ഈന്തപ്പഴം, മധുര പലഹാരങ്ങൾ എന്നിവയ്ക്കും ആവശ്യകത ഉയർന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിനും കൃത്രിമ വിലകയറ്റം തടയുന്നതിനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയും നഗരസഭ അധികൃതരും വിപണികളിൽ കർശന പരിശോധന നടത്തുന്നുണ്ട്. മറ്റു ഗൾഫ് നാടുകളിൽ വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒമാനിൽ വ്യാഴാഴ്ച 39 നോമ്പ് പൂർത്തിയാകും. വ്യാഴാഴ്ച ചന്ദ്രപ്പിറവി കാണാനായില്ലെങ്കിൽ ഒമാനിൽ വെള്ളിയാഴ്ച റമദാൻ 30 പൂർത്തിയാക്കി ശനിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. ഈദ് ഉൽ ഫിത്തർ അവധിക്കാലത്ത് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വിപുല ക്യാമ്പയിനുമായി ഒമാൻ. രാജ്യത്തെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നതിനായി വിപുലമായ പ്രചാരണ പരിപാടികൾക്ക് ഒമാൻ പൈതൃകം ടൂറിസം മന്ത്രാലയം തുടക്കം കുറിച്ചു. വിവിധ ഗവർണറേറ്റുകളിൽ സാംസ്കാരിക വിനോദ പരിപാടികൾ സംഘടിപ്പിക്കും. മലകയറ്റം, ക്യാമ്പിംഗ്, ഗുഹാ പര്യവേക്ഷണം, കടൽ യാത്രകൾ തുടങ്ങിയ വിനോദ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതും ടൂറിസം മേഖലയെ വളർത്തുന്നതുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗൾഫ്, അറബ്, ഇസ്ലാമിക് രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഈദ് ഉൽ ഫിത്തർ ആശംസ നേർന്ന് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ്. ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെ ആശംസകൾ കൈമാറിയ അദ്ദേഹം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആശംസിച്ചു. മറ്റ് രാജ്യങ്ങളിലെ നേതാക്കളും സുൽത്താനെ അഭിനന്ദിച്ച് ആശംസകൾ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.